പ്രധാനമന്ത്രി പദം രാജിവെച്ച് കെ.പി. ശർമ്മ ഒലി സൈന്യത്തിന്റെ സംരക്ഷണയിൽ നിന്ന് വിവരം വരുന്നു. സൈനിക ഹെലികോപ്റ്ററിൽ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഒലിക്കൊപ്പം മന്ത്രിസഭയും രാജിവെച്ചു. നേപ്പാൾ ധനകാര്യമന്ത്രി വിഷ്ണു പ്രസാദിനെ ആൾക്കൂട്ടം തെരുവിൽ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, ഇപ്പോൾ നേപ്പാളിൽ നിന്ന് വരുന്ന പുതിയ ദൃശ്യങ്ങൾ അത് ഈ കായികമായി തന്നെ ആളുകളെ, പ്രധാനപ്പെട്ട ജനപ്രതിനിധികളെ നേരിടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും മന്ത്രിസഭ അപ്പാടെ രാജിവെക്കുന്നു. ഇപ്പോഴും നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയൊരു മന്ത്രിസഭയോ ഭരണ നേതൃത്വത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് വരാമെന്ന ആത്മവിശ്വാസം പുലർത്തുകയാണോ? ഈ 5 മണിക്ക് ഇന്ന് നടക്കുന്ന യോഗം എത്രത്തോളം നിർണായകമാണ്? ഗൂഗിൾ, നേപ്പാളിലെ ഒരു ദൃശ്യം നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് നേപ്പാളിലെ ധനകാര്യമന്ത്രിയാണ് വിഷ്ണു പ്രസാദ്. അദ്ദേഹത്തെയാണ് ഈ ചവിട്ടി വീഴ്ത്തുന്ന ദൃശ്യം കണ്ടത്. ഒരു രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയെ തെരുവിൽ ആൾക്കൂട്ടം ചവിട്ടി വീഴ്ത്തുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അത്രമേൽ രൂക്ഷമാണ് അവിടുത്തെ ആഭ്യന്തര കലാപം, അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിനെതിരായ വികാരം അത്രമേൽ രൂക്ഷമാണെന്നുള്ളതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. കാരണം അഴിമതി നിറഞ്ഞൊരു സർക്കാരായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിച്ച് ആ പ്രധാനമന്ത്രി തന്നെ, ആ സർക്കാർ തന്നെ രാജിവെച്ച് ഒഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ആ പ്രധാനമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സൈന്യത്തിൻ്റെ സംരക്ഷണത്തിലാണ്. സാധാരണഗതിയിൽ നേപ്പാളിനെ പോലൊരു അരക്ഷിതമായ അന്തരീക്ഷമുള്ള രാജ്യത്ത് സൈന്യം തന്നെ ഏറ്റെടുക്കേണ്ട സാഹചര്യമാണ് നേപ്പാളിൻ്റെ സുരക്ഷ എന്നുള്ളതും. മിക്കവാറും ഭരണവും സാധാരണഗതിയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സൈന്യം തന്നെ ഏറ്റെടുക്കാനാണ് സാധ്യത. എല്ലാ മന്ത്രിമാരെയും പ്രധാനമന്ത്രി അടക്കം സൈന്യം അവരുടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സമരക്കാരുമായി ആര് ചർച്ച നടത്തും, എന്ത് ചർച്ച നടത്തും, എങ്ങനെ ചർച്ച നടത്തും എന്നുള്ളതാണ് നേപ്പാളിൽ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ചർച്ച, നേപ്പാളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ച. കാരണം സമരക്കാരിൽ ആരെയാണ് ചർച്ചയ്ക്ക് വിളിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും സർക്കാരിന് വ്യക്തതയില്ല. സർക്കാർ വിട്ടൊഴിഞ്ഞ സാഹചര്യത്തിൽ സൈന്യവും സമരക്കാരും തമ്മിൽ ചർച്ചകൾ നടത്താനാണ് സാധ്യത. ഒരു സർക്കാർ രൂപീകരിക്കണമെങ്കിൽ സമരക്കാരെ കൂടി, അല്ലെങ്കിൽ അവരെ കൂടി കേട്ടുകൊണ്ടായിരിക്കണം ഒരു സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് പോവുക. കാരണം സമരക്കാർക്ക് ആവശ്യങ്ങളുണ്ട്. അവരുടെ ആവശ്യം ഇപ്പോഴത്തെ അഴിമതി നിറഞ്ഞ സർക്കാർ രാജിവെച്ചൊഴിയുക എന്നുള്ളത് മാത്രമല്ല, ഇപ്പോഴത്തെ അഴിമതിക്കപ്പുറത്തേക്ക് ഇതുവരെ ഈ കെ.പി. ശർമ്മ ഒലി സർക്കാർ എടുത്ത നടപടികൾ, നയങ്ങൾ, അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. 10 നിർദ്ദേശങ്ങളാണ് അവർ ഈ നിലവിലെ സർക്കാരിന് മുന്നിൽ വെച്ചത്. ആ 10 നിർദ്ദേശങ്ങൾ പോലും, അതിൽ ഒരു നിർദ്ദേശം പോലും കേൾക്കാൻ ഇപ്പോഴത്തെ സർക്കാർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇനിയൊരു പുതിയ സർക്കാർ വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇവർ ഈ മുന്നിൽ വെച്ച നിർദ്ദേശങ്ങൾ, ഈ 10 നിർദ്ദേശങ്ങൾ തന്നെയാകും ഈ പുതിയ സർക്കാരിനോടും ഈ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുക. അങ്ങനെ ഈ പുതിയ ചർച്ചകൾ ആരൊക്കെ തമ്മിലായിരിക്കണം എന്ന കാര്യത്തിൽ സൈന്യമായിരിക്കും മുൻകൈ എടുക്കുക. എന്തായാലും സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും അടക്കം എല്ലാവരും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിൽ, സൈന്യത്തിൻ്റെ സംരക്ഷണയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതിൽ ഇനി വിദേശ രാജ്യങ്ങളായ തൊട്ടടുത്ത രാജ്യങ്ങളായ ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ വളരെ നിർണായകമായ പങ്കുണ്ട്. ചൈനയുടെ ആഭ്യന്തര കാര്യത്തിൽ, നേപ്പാളിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ ഇന്ത്യയും ചൈനയും ഇക്കാലം വരെ വലിയ രീതിയിൽ ഇടപെട്ടില്ല എങ്കിൽ പോലും ഇനിയൊരു സർക്കാർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ നിർണായകമായ റോൾ ഉണ്ടാകും, ഇടപെടലുണ്ടാകും. കാരണം ഇന്ത്യയും ചൈനയും ഒക്കെ ഇപ്പോൾ വളരെ അടുത്ത സൗഹൃദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും നേപ്പാളിൽ ഒരു പുതിയ സർക്കാരിലേക്ക് പോകുമ്പോൾ ചൈനയ്ക്കും ഇന്ത്യക്കും നിർണായകമായ റോൾ ഉണ്ടാകും. മറ്റൊരു കാര്യം എന്നുള്ളത്, ഇനി ഏറ്റവും പുതുതായി രൂപീകരിക്കുന്ന സർക്കാരിന് മുന്നിലുള്ള വലിയ കടമ്പ എന്നുള്ളത് ഈ പ്രതിഷേധക്കാരെ മുഴുവൻ കേട്ടുകൊണ്ട്, അവരുടെ ആവശ്യങ്ങൾ കേട്ടുകൊണ്ട്, അവരെ കൂടി പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ സമരത്തിന് നേതൃത്വം നൽകിയവരെ കൂടി പരിഗണിച്ചുകൊണ്ട്, അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സർക്കാരിലേക്ക് പോവുകയായിരിക്കും വേണ്ടുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ വിമാന സർവീസുകളും ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇൻഡിഗോ അടക്കമുള്ള വിമാന സർവീസുകൾ, വിമാന ഏജൻസികളൊക്കെ ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇനി കാഠ്മണ്ഡുവിലേക്ക് നിലവിൽ സർവീസുകൾ ഉണ്ടാകില്ല. അതിനപ്പുറത്തേക്ക് നിലവിൽ കാഠ്മണ്ഡു ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മലയാളികളടക്കം നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നമ്മളോട് നേരത്തെ സംസാരിച്ച ആളുകളിൽ പലരും ഇപ്പോഴും ആ വിമാനത്താവളത്തിലുണ്ട്. എപ്പോഴാണ് സർവീസുകൾ പുനരാരംഭിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും കാഠ്മണ്ഡുവിൽ നിന്നോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണ നേതൃത്വവുമായി ബന്ധപ്പെട്ടോ സിവിൽ വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ടോ വിവരങ്ങൾ അവർക്ക് ലഭ്യമായിട്ടില്ല. നിലവിൽ മലേഷ്യൻ എയർലൈൻസിൻ്റെ 2 വിമാനങ്ങൾ മാത്രമാണ് ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് സർവീസുകൾ ആരംഭിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം വരുന്നതോടെ സ്വാഭാവികമായും മലയാളികളടക്കമുള്ള ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കാനാണ് സാധ്യത. അവരെ പുറത്തെത്തിക്കണം, അല്ലെങ്കിൽ അവരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം എന്നൊരാവശ്യം മലയാളികൾക്ക് വേണ്ടി അടക്കം കെ.സി. വേണുഗോപാൽ MP അടക്കമുള്ള ആളുകൾ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും നേപ്പാളിനെ സംബന്ധിച്ച് വലിയ ആഭ്യന്തര കലാപം നിലനിൽക്കുന്നു. ഇപ്പോഴും തെരുവിലാണ് പ്രതിഷേധക്കാർ. അവർ ആഘോഷിക്കുകയാണ്. അവരുടെ പ്രക്ഷോഭവും അവരുടെ സമരവും അവരുടെ പോരാട്ടവും ഒക്കെ തൽക്കാലം അവസാനിപ്പിച്ച് ഇപ്പോൾ തെരുവിൽ ആഘോഷം നടത്തുകയാണ്. അതിൽ തോക്കുമായി ആഘോഷിക്കുന്നവരുണ്ട്, സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നവരുണ്ട്. അങ്ങനെ അവർ ആഘോഷം നടത്തുകയാണ്. ഇനിയൊരു സർക്കാർ വരേണ്ടതുണ്ട്. അതുവരെ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. അതിനപ്പുറത്തേക്ക് മലയാളികളടക്കമുള്ള ആളുകളെ എങ്ങനെയാണ് തിരിച്ചെത്തിക്കുക എന്ന കാര്യം കൂടിയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആലോചിക്കേണ്ടത്. അതാണ് ഇപ്പോൾ നേപ്പാളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. ഗോകുൽ.
ശ്രീജിത്ത്, ഇപ്പോഴും ഈ തെരുവിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ അവരുടെ ആഘോഷ പ്രകടനത്തിനൊപ്പം തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വത്തെ അല്ലെങ്കിൽ അവരുടെ ആർക്ക് നേരെയാണോ അവർ പ്രകടിപ്പിക്കുന്നത് അവരെ ക്രൂരമായി ആക്രമിക്കുന്നുണ്ട്. ധനമന്ത്രിയെ ചവിട്ടി വീഴ്ത്തുന്ന പോലുള്ള ദൃശ്യങ്ങൾ ഒരുപക്ഷെ ശ്രീലങ്കയിൽ പോലും നമ്മളത് അത്ര രൂക്ഷമായി കണ്ടിട്ടില്ല. പ്രസിഡന്റ് വസതിയൊക്കെ കൈയടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ പിടിച്ചെടുക്കുന്നു, കൊള്ളയടിക്കുന്നു, ഇത്തരം ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കായികമായി കൈകാര്യം ചെയ്യുന്നതിലേക്ക് പോകുന്നു. സാഹചര്യം പറഞ്ഞാൽ ഒരുപക്ഷെ മന്ത്രിസഭയിലുള്ളവർക്ക് പോലും സംരക്ഷണം നൽകാൻ അവിടുത്തെ സൈന്യത്തിന് സാധിക്കാത്ത നിലയിൽ അരക്ഷിതമായൊരു ക്രമസമാധാന നില അവിടെ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഇപ്പോൾ മുമ്പ് മാവോയിസ്റ്റ് നേതാവായ പുഷ്പ കമാലിൻ്റെ വീട് അടക്കം തീടുന്ന നിലയിലേക്ക് പോയി. അങ്ങനെ എല്ലാ രാഷ്ട്രീയ നേതൃത്വവും ഇവരുടെ ജനങ്ങളുടെ യുവാക്കളുടെയൊക്കെ രോഷം ഏറ്റുവാങ്ങുകയാണ്. അപ്പോൾ ഇനിയൊരു സർക്കാർ അല്ലെങ്കിൽ പുതിയൊരു നേതൃത്വം ഉദയം ചെയ്യുക എന്നത് എത്രത്തോളം സങ്കീർണമായ സാഹചര്യമാണത്? തീർച്ചയായും ഈ സമരക്കാരെ, ഈ പ്രക്ഷോഭക്കാരെ സംബന്ധിച്ച് ഇതൊരു വൈകാരികമായി, നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ ഇതൊരു വൈകാരികമായ സമരമാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ചിരുന്ന അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലാം, അതിൽ യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അങ്ങനെ ഞാൻ ഉപയോഗിച്ചിരുന്ന സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം നിങ്ങളൊരു ദിവസം നിരോധിക്കുകയാണെങ്കിൽ എനിക്കൊരു വൈകാരികമായ വിഷമം ഉണ്ടാകും. ആ വിഷമമാണ് ഈ സമരമായി മാറിയത്. ആ സമരമാണ് വലിയ ബഹുജന പ്രക്ഷോഭമായി മാറിയത്. അതുകൊണ്ട് ഈ സമരക്കാരെ നിയന്ത്രിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അവരുടെ വൈകാരിക പ്രശ്നങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ സമരക്കാരെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. ഇതൊരു ചെറുപ്പമായ ആൾക്കൂട്ടം, വളരെ യുവത്വം നിറഞ്ഞ ആൾക്കൂട്ടം, അവരുടെ വൈകാരിക വിക്ഷുബ്ധത വളരെ വേഗത്തിൽ പ്രക്ഷോഭമായി അതൊരു ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഭരണ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ അതിനെ പിടിച്ച് തകർത്തെറിയുന്ന രൂപത്തിലേക്ക് മാറുകയായിരുന്നു. അതിനെ ഇനി അവരുടെ വൈകാരികമായ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഈ സമരക്കാരെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അതുവരെ ഈ പ്രക്ഷോഭം തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നതും. അത് അവിടുത്തെ ധനകാര്യമന്ത്രിയെ തെരുവിൽ ചവിട്ടി വീഴ്ത്തുന്ന ചെറുപ്പക്കാർ, യുവാക്കളാണ് നമ്മൾ കാണുന്നത്. മന്ത്രിമാരുടെ വീടുകൾ ചുട്ടരിക്കുന്നു. ഗോകുൽ ചോദിച്ച പോലെ ശ്രീലങ്കയിൽ വീടുകൾ ചുട്ടരിച്ചിട്ടില്ല. ശ്രീലങ്കയിൽ അവരുടെ വിഷമം, അവരുടെ പ്രതിഷേധം, അവർ പരമാവധി സാധനങ്ങൾ കൈയടക്കുക, വസ്തുക്കൾ കൈയടക്കുക, സ്വർണം കൈയടക്കുക, ധനം കൈയടക്കുക, ആ രൂപത്തിലായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അവരുടെ പ്രതിഷേധം എന്നുള്ളത് ചുട്ടരിക്കുക എന്ന രൂപത്തിലേക്കാണ് പ്രതിഷേധം മാറുന്നത്. സമീപകാലത്തൊന്നും ഒരു രാജ്യത്തും കാണാത്ത രൂപത്തിലുള്ള പ്രതിഷേധമാണത്. കാരണം അവരെ അത് വൈകാരികമായി അവരെ ചൂഷണം ചെയ്യാൻ ആ രാജ്യത്തെ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ആ പ്രതിഷേധക്കാർ മനസ്സിലാക്കുന്നത്. അവർ മുന്നോട്ട് വെച്ച സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങളെ ഇല്ലാതാക്കാൻ, അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളെ നിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ആ പ്രതിഷേധം അങ്ങനെയായി മാറും. ആ പ്രതിഷേധമാണ് ഈ രൂപത്തിൽ വലിയ അക്രമാസക്തവും വീടുകൾ ചുട്ടരിക്കുന്ന രൂപത്തിലേക്കും ആളുകളെ, മന്ത്രിമാരെ, ജനപ്രതിനിധികളെ, നേതാക്കന്മാരെ, രാഷ്ട്രീയ പാർട്ടികളുടെ തീർച്ചയായും അമിതാധികാര പ്രയോഗത്തിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നേപ്പാളിലെ സാഹചര്യം. ജനകീയ പ്രക്ഷോഭത്തിന്റെ മൂർച്ച എത്രത്തോളമാണ്, അതിന്റെ കരുത്ത് എത്രത്തോളം എന്ന് വെളിവാക്കുന്നതാണെങ്കിൽ പോലും നിലവിലത്തെ അവിടുത്തെ അരക്ഷിതമായ സാഹചര്യം, അക്രമം ഒക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇനി എന്താവും നേപ്പാളിന്റെ രാഷ്ട്രീയ ഭാവി എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്.